നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 2/12/2025 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ലാറ്റക്സ് വിലയിൽ വൻ വർധനവ്. ഇന്ന് 2 രൂപയാണ് കൂടിയത്. ഇന്നലെ 168 ഇന്ന് 170. ഇനി നമ്മൾ വിശദമായ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 185, RSS 5 കിലോ 181, ISNL 20 166, ലാറ്റക്സ് 60% ഡിയാസിൽ 126 രൂപ 80 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 185, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 174, RSS 5 കിലോ 169. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121 രൂപ 50 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 92 രൂപ 63 പൈസ. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 175, ലോട്ട് കിലോ 165 മുതൽ 170 രൂപ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 186 രൂപ 92 പൈസ, RSS 5 കിലോ 186 രൂപ 50 പൈസ. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 177, RSS 5 കിലോ 173, ISNL 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ വ്യാപാരി വിലയിൽ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 103 മുതൽ 114. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS 4 ഉം 5 ഉം 50 പൈസയാണ് കുറഞ്ഞിരിക്കുന്നത്. ISNL 20യും 50 പൈസ കുറഞ്ഞു. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ രാവിലത്തെ റബ്ബർ വില. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ 22 ക്യാരറ്റ് 1 ഗ്രാം 11,960, 1 പവൻ 95,680. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 13,048, 1 പവൻ 1,04,384. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,786, 1 പവൻ 28,288. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 60 രൂപയും 1 പവൻ്റെ മുകളിൽ 480 രൂപയാണ് കൂടിയിരുന്നത്. ഇനി തേങ്ങ വില നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, പച്ചത്തേങ്ങ ചകരിയുള്ളതിന് 80 മുതൽ 85, കൊപ്ര എടുത്തവിടെ 212, കൊക്കോ 340, കച്ചോല ഉണങ്ങിയത് 675, വെളിച്ചെണ്ണ 450, കുരുമുളക് അൺഗാർബിൾ കിലോ 693, കുരുമുളക് ഗാർബിൾ കിലോ 713, കുരുമുളക് പുതിയത് 683, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, പിണ്ണാക്ക എസ്പ്ലർ 42, റോട്ടറി 43, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 270, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670, ഗ്രാമ്പു 765, നാടൻ 875, പൈനാപ്പിൾ പച്ച 35, പഴുത്തത് 36. എന്തായാലും നല്ല കാലാവസ്ഥ തന്നെയാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം റബ്ബറിൻ്റെ മരങ്ങളൊക്കെ ഇല കൊഴിയുകയാണ്. ഇനിയിപ്പോൾ പാല് കുറയുന്ന പ്രതിഭാസത്തിലേക്ക് കടക്കുമെന്നാണ് മിക്ക കർഷകരും ഉറ്റുനോക്കുന്നത്. ഇങ്ങനെ പാല് കുറയുമ്പോൾ ഷീറ്റിൻ്റെ അളവും കുറയുന്നത് തൊഴിലാളികൾ അവരുടെ കൂലി കുറയ്ക്കുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ റബ്ബർ ടാപ്പിംഗ് നിർത്തുന്നതാണ് നല്ലത്. കാര്യം എടുപ്പൂലിയും മറ്റും ഷീറ്റ് അടിച്ചിടുന്നതിന് 3 രൂപയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചാർജ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഷീറ്റ് കൊണ്ടു കൊടുത്താൽ ആ വിലയും ലേബർ ചാർജ് കിട്ടിയില്ലെങ്കിൽ പിന്നെന്താണ് പ്രയോജനം? അതിനെ വെട്ടി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.